ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സൂം ക്ലൗഡ് മീറ്റിംഗ്, ഒരു ഓൺലൈൻ ക്ലാസ് നടത്തുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഇപ്പോൾ കൊറോണ കാലഘട്ടമായതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം ഒരു ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വേൾഡ് വൈഡ് എല്ലാവരും യൂസ് ചെയ്യുന്ന വളരെയധികം ഫേമസ് ആയ ഒരു ആപ്പാണ് സൂം ആപ്പ്. അപ്പോൾ ഞാൻ ഈ ആപ്പിനെ കുറിച്ച് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിത് പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തികച്ചും നല്ലൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയൊരു ആപ്പാണ്. അപ്പോൾ നമുക്ക് ആപ്പിനെ കുറിച്ചുള്ള ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളും അത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സൂം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിലേക്കാണ് പോകേണ്ടത്. നമുക്ക് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് അവിടെ സെർച്ച് ബോക്സ് സൂം എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ ആപ്പ് വരും. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. അല്ലാത്തവർക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ കൊടുക്കാം. അപ്പോൾ സൂം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പോകുന്നത് ഇങ്ങനൊരു ഹോം പേജിലേക്കാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്കിപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലാസ് നടത്തുകയായിരിക്കും. അപ്പോൾ വേറൊരിടത്ത് നടക്കുന്ന ക്ലാസ്സിലേക്ക് നിങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ച് ആദ്യം പറയാം. ഇവിടെ ജോയിൻ എന്ന് പറയുന്നത് നീലൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരൊരു മീറ്റിംഗ് ഐ ഡി ചോദിക്കും. അപ്പോൾ ഈ ക്ലാസ് നടത്തുന്ന ടീച്ചേഴ്സ് അല്ലെങ്കിൽ നടത്തുന്ന ആൾക്കൊരു മീറ്റിംഗ് ഐ ഡി ഉണ്ടാവും. ആ ഐ ഡി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം, ആ മീറ്റിംഗ് ഐ ഡിയും പാസ്വേഡും. അപ്പോൾ ഇവിടെ മീറ്റിംഗ് ഐ ഡി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ പേര് ഇവിടെ താഴെ കൊടുക്കുക. ആ പേര് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജോയിൻ കൊടുക്കുക. ജോയിൻ കൊടുത്തതിന് ശേഷമായിരിക്കും മീറ്റിംഗ് ഇത് ചോദിക്കുന്നത്, ഇതിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് ഇവിടെ ഡോണ്ട് കണക്ട് ടു ഓഡിയോ, ടേൺ ഓഫ് മൈ വീഡിയോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ കാണാം. ഇതൊന്നും എന്താ വെച്ചാൽ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന വീഡിയോയിൽ, ആ വീഡിയോ ക്ലാസ്സിൽ നിങ്ങളുടെ ഓഡിയോ കണക്റ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നവർക്ക് കേൾക്കണോ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ. അതാണ് നിങ്ങൾക്ക് ഇവിടെ ആദ്യമേ തീരുമാനിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിടാം, അതുപോലെ തന്നെ ഓഡിയോ ഓഫും ഓണും എല്ലാം ആക്കാം. അതാണ് ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം. പിന്നെ നിങ്ങൾ ഒരു പുതിയ മീറ്റിംഗ് നടത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം നിങ്ങൾ മീറ്റിംഗ് നടത്താൻ വേണ്ടി നിങ്ങളിവിടെ ജോയിൻ്റെ അപ്പുറത്ത് ഷെഡ്യൂൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷെഡ്യൂളിൽ പോയ ഉടനെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സൂം മീറ്റിംഗ്, നിങ്ങൾ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് മീറ്റിംഗ് നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഇതിൽ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങൾ മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്, എത്ര മണി തൊട്ട് എത്ര മണി വരെയാണ് നിങ്ങൾ മീറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, സൂം മീറ്റിംഗ് ഒരു പെയ്ഡ് ആപ്പാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് നടത്തിയെങ്കിൽ നിങ്ങൾ പേ ചെയ്യണം. പേ ചെയ്യാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് വീഡിയോ ക്ലാസ് നടത്താൻ പറ്റിയത് വെറും 40 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ ആ 40 മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് നടത്താനുള്ള ടൈം കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങളുടെ ടൈം, നിങ്ങളുടെ പ്ലേസ് അങ്ങനെയൊക്കെ കൊടുക്കണം. പിന്നെ മീറ്റിംഗ് ഐ ഡി, ഇതാണ് മീറ്റിംഗ് ഐ ഡി. അത് മീറ്റിംഗ് ഐ ഡി ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങളൊന്ന് അവരിലേക്ക് ഷെയർ ചെയ്താൽ മതി. അതിവിടെ ഓൺ ആക്കിയിടുക. പിന്നെ മീറ്റിംഗ് പാസ്വേഡും അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അത് നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ വീഡിയോ ക്ലാസ് നടത്താൻ പോകുന്നത്. പിന്നെ ഹോസ്റ്റ് വീഡിയോ ഓൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ നിങ്ങൾ ഓൺ ആക്കണോ. അതേപോലെ അതിൻ്റെ താഴെ പാർട്ടിസിപ്പൻറ്റ് വീഡിയോ ഓൺ, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നവരുടെ വീഡിയോ നിങ്ങൾക്ക് കാണണമോ എന്നെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓക്കെ ഡൺ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മീറ്റിംഗ് ഷെഡ്യൂൾ ഓക്കെ ആവും. അലോ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ അവരിലേക്ക് മെയിൽ അയച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ അധികാരികളുടെ അടുത്തേക്ക് മെയിൽ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരിത് അങ്ങോട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സൂം ആപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടതെന്ന് ചോദിച്ചിട്ടുള്ള ഒരു പേജ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് മീറ്റിംഗ് സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരെ വീഡിയോ ഇതിലേക്ക് കണക്റ്റ് ആവുകയാണ്. ഇപ്പോൾ ഇത് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാ ഇവിടെ മീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അങ്ങനെയാണ് സൂം ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പാർട്ടിസിപ്പൻസിൽ ആരും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളാക്കി കാണിക്കാനായിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, സ്റ്റാർട്ട് വീഡിയോ, ഓഡിയോ ഓണൊക്കെ ആക്കാം. പിന്നെ ഇവിടെ സൈഡിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ചാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് വരും. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ആരും വരാത്തത്. അപ്പോൾ അങ്ങനത്തെ ചാറ്റുകൾ നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പച്ച ഇതിൽ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്യാം. കണ്ടോ, നിങ്ങളുടെ ഫോട്ടോസ്, ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്ത പോലെ പവർ പോയിൻറ്റോ നിങ്ങൾക്ക് മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ ഇത്രയാണ് ഈ സൂം മീറ്റിംഗ് ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് നടത്തുമ്പോൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ സൈഡിൽ എൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻഡ് മീറ്റിംഗ് ഫോർ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ മീറ്റിംഗ് അവിടെ എൻഡ് ആവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഷെഡ്യൂൾ നടത്താതെ നിങ്ങൾ പെട്ടെന്നൊരു മീറ്റിംഗ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ന്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് കളറിലൊരു ഇതുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യണം, നിങ്ങളുടെ പേഴ്സണൽ മീറ്റിംഗ് ഐ ഡി ഉണ്ട്, എന്നിട്ട് സ്റ്റാർട്ട് മീറ്റിംഗ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് നേരെ ഒരു പുതിയ മീറ്റിങ്ങിലേക്ക് പോവുകയാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു മീറ്റിംഗ് തുടങ്ങിയിട്ട് ആ മീറ്റിങ്ങിൻ്റെ ലിങ്ക്, അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ അവർക്ക് മീറ്റിങ്ങിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നമുക്ക് സൂം ആപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സ് ഇവിടെ താഴെയുണ്ട്, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട സെറ്റിങ്ങുകളാണ് ഓട്ടോ കണക്റ്റ് ഓഡിയോ എന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയോയും അതുമായിട്ട് കണക്റ്റ് ആവണം. നിങ്ങളുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്തിരിക്കണം വീഡിയോ നടക്കുമ്പോൾ. നിങ്ങൾക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കണം, ഓഫ് ആക്കണം. നിങ്ങളുടെ മിറർ ഇമേജ് വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ നിങ്ങളുടെ സ്ക്രീനിൽ കാണണമോ, നിങ്ങളുടെ പാർട്ടിസിപ്പൻസ് പേര് കാണണമോ, നിങ്ങളുടെ പേര് കാണണമോ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസുകൾ ഇത് കാണുന്നുണ്ട്, കണ്ടോ? അതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അതായത് ഇവിടെ മീറ്റിങ്ങിൻ്റെ താഴെ കാണുന്ന ചാറ്റ്, ഇതെന്ന് പറഞ്ഞാൽ പുതിയ ലേറ്റസ്റ്റ് വേർഷനിൽ വന്ന ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ വെച്ചാൽ നിങ്ങളുടെ ചാറ്റുകളുടെ മറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇതാ നോക്കിയോ, നിങ്ങൾ വീഡിയോ നടക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയക്കുന്ന മെസ്സേജ് എങ്ങനെയാണ് കാണേണ്ടത്. കീപ്പ് ഓൾ അൺറീഡ് മെസ്സേജ്, മുകളിൽ മെസ്സേജ് വരണോ, അല്ലെങ്കിൽ മെസ്സേജിൽ ഇങ്ങനത്തെ സിമ്പിളിൽ നിങ്ങളെ നോട്ടിഫിക്കേഷൻ വരണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല സൗണ്ട് വേണോ, അങ്ങനെ നിങ്ങൾക്ക് വേറെ മെസ്സേജ് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് ചാറ്റിൻ്റെ രീതിയിലുള്ള ഫുള്ള് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും ഇവിടെ ചാറ്റ് എന്ന ഇത് ഓപ്ഷനിലുണ്ട്. അതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾ ഈ സൂം ആപ്ലിക്കേഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ സൂം ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾ പേരൻസിനും സ്റ്റുഡൻസിനൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക. സൂം ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സെൻഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.